റോട്ടറി പയ്യന്നൂർ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. സ്ത്രീകൾ വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് 40 വർഷത്തിന് ശേഷം പയ്യന്നൂർ റോട്ടറി ക്ലബിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റായി ഡോക്ടർ സുധാ സന്തോഷ് സ്ഥാനമേറ്റെടുത്തു. പയ്യന്നൂർ KK റെസിഡൻഷ്യൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ സന്തോഷ് VM സ്വാഗതവും കഴിഞ്ഞ റോട്ടറി വർഷത്തെ പ്രവർത്തനങ്ങൾക്കുള്ള നിരവധി ഡിസ്ട്രിക്ട് അംഗീകാരങ്ങൾ നേടിയ നിലവിലെ പ്രസിഡന്റ് P. സുരേന്ദ്രൻ അധ്യക്ഷതയും വഹിച്ചു. ഈ സന്ദർഭത്തിൽ ഒരു വിടവാങ്ങൽ പ്രസംഗം എന്നൊക്കെ പറയുമ്പോൾ വളരെ വികാരഭരിതമായിട്ടുള്ള ഒരു പ്രസംഗമൊക്കെയാണ് സാധാരണഗതിയിൽ വേണ്ടത്. ഏതായാലും എൻജോയ്മെന്റിനുള്ളിൽ ഞാൻ അത്ര വലിയ വികാരമൊന്നും പ്രകടിപ്പിക്കുന്നില്ല. കഴിഞ്ഞ ഒരു വർഷം വാട്ട് മൈ ടീം ഹാവ് ഡൺ എന്നുള്ളത് ഈ മുമ്പിൽ കാണുന്ന കഴിഞ്ഞ ഇതേ വേദിയിൽ വെച്ചിട്ട് ജോഷ് എക്സലൻസി എന്ന് പറയുന്ന അവാർഡ് സെറിമണിയിൽ ഏകദേശം 13ഓളം ബെസ്റ്റ് ആയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലബിനുള്ള അവാർഡ്, പ്രസിഡന്റിനുള്ള പ്രത്യേക റെക്കഗ്നീഷൻ അടക്കമുള്ള നിരവധി പുരസ്കാരങ്ങൾ നമ്മൾ ചെയ്ത എല്ലാ പ്രൊജക്റ്റിനും നിരവധി പുരസ്കാരങ്ങൾ നേടുകയും അതോടൊപ്പം തന്നെ more than 11 appreciation certificates, more than 13 awards and appreciation certificates, more than 11 we have got. ഇതൊന്നും കേവലം ചെറിയ ചെറിയ കാര്യങ്ങൾ. everything will be clear in the PowerPoint presentation that my secretary is report. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിരവധി പ്രൊജക്റ്റുകളിലൂടെ പയ്യന്നൂർ റോട്ടറിയുടെ, അതോടൊപ്പം തന്നെ റോട്ടറി എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ പേര് 10,000 കണക്കിന് ജനങ്ങളിൽ, ഞാൻ പറയുന്നത് വെറും ഒരു കണക്കല്ല. കാരണം വിഷൻ ഓൺ വീൽ എന്ന് പറയുന്ന 10-30ഓളം സ്കൂളുകളിൽ നടത്തിയ ക്യാമ്പുകളിലൂടെ 10,000 കണക്കിന് കുട്ടികളിൽ പയ്യന്നൂർ റോട്ടറിയും അറിയപ്പെട്ടു. അതിനെന്നെ മറ്റു ക്ലബ്ബുകളും സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലബ്ബ് എക്സെപ്റ്റ് കണ്ടക്ടഡ് മോർ ദാൻ 20 പ്രോഗ്രാംസ്. അതേപോലെ തന്നെ 100ഓളം ആൾക്കാർക്ക്, കാലില്ലാത്ത 100ഓളം ആൾക്കാർക്ക് ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ചു കൊടുക്കുക വഴി 100ഓളം കുടുംബങ്ങൾക്ക് താനും തണലുമാവാൻ വേണ്ടിയിട്ട് പയ്യന്നൂർ റോട്ടറിക്ക് കഴിഞ്ഞ വർഷം പോയ വർഷം സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഡോക്ടർ E. അനിൽകുമാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. റോട്ടറി പയ്യന്നൂരിന്റെ 41ാമത്തെ പ്രസിഡന്റായി ഡോക്ടർ സുധാ സന്തോഷും ഒപ്പം സെക്രട്ടറി ബാബു പള്ളിയിൽ, ട്രഷറർ TA രാജീവൻ എന്നിവരുൾപ്പെടെയുള്ള മറ്റു ഭാരവാഹികളും സ്ഥാനം ഏറ്റെടുത്തു. I hereby install Dr. Sudha Santosh as the President of Rotary Club of Payyanur for the year 2026-27 by adorning this order. Rotary Pin. Also hand over the gavel, which is the symbol of power, and I request the newly installed president use this judiciously and wisely for keeping the decorum of Rotary and the spirit of Rotary. On installed as a president, my first and foremost duty is to install Rotarian P. Surendran as the immediate past president of Rotary Payyanur. I am privileged to accept this prestigious post conferred upon me, and I solemnly assure you all that I will uphold the continuity and credibility of Rotary Payyanur. I thank each and every member of my club for the trust and confidence and entrusting me with this important post. To be honest, I accept this post with great apprehension. Every president who has occupied this position before me had left a legacy of service and excellence. Following in their footsteps is both inspiring and challenging. However, I draw confidence from the members of my club, wisdom from senior members, enthusiasm from young members, and inspiring Rotary family. റോട്ടറി ഇന്റർനാഷണൽ മുൻ ഡയറക്ടറും മുംബൈയിൽ നിന്നുള്ള പ്രഗത്ഭ സുപ്രീം കോടതി അഭിഭാഷകനുമായ TN രാജു സുബ്രഹ്മണ്യം മുഖ്യാതിഥിയായിരുന്നു. Absolutely outstanding job, Surendran. You and Anil and your team
have really done Payyanur and the community that you have served proud. More than the awards, the lives that you have touched and the difference that you have made to them, I think must be the cherished memory, not any of these. Because I strongly believe that as a president and in Rotary, loudly. I strongly believe in Rotary. We are not here to run after awards. And Sudha, this is my first advice to you. Don't run after awards. Make the awards run after you, because if you do a good job, you are bound to get awards. നമ്മുടെ ചുറ്റുമകലെയുമുള്ള നിരാലംബരായ ആളുകളുടെ കണ്ണീരൊപ്പാൻ സ്വയം സമർപ്പിക്കുക എന്നതാണ് ഒരു അന്തർദേശീയ സേവന സംഘടനയിലെ അംഗമെന്ന നിലയിൽ ഓരോ റൊട്ടേറിയനും ചെയ്യേണ്ടതെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനവും സ്ഥാനാരോഹണ ചടങ്ങിൽ വെച്ച് നടന്നു. റോട്ടറി ഇന്റർനാഷണലിന്റെ ഗ്ലോബൽ ഗ്രാന്റ് ഉപയോഗിച്ച് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 40 ലക്ഷം രൂപ ചെലവിൽ ഒരുക്കുന്ന നവജാത ശിശു പരിചരണ കേന്ദ്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ നിർവഹിച്ചു. നവജാത ശിശുക്കളെ ദൂരെയുള്ള ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുമ്പോൾ പലപ്പോഴും രോഗബാധയും ദൗർഭാഗ്യവശാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാകുന്നതോടെ ഇത്തരം കുഞ്ഞുങ്ങൾക്ക് ജീവൻ ലഭിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ആവശ്യമായ ചികിത്സകൾ ലഭ്യമാക്കാൻ സാധിക്കും. ഏകദേശം 40 ലക്ഷം രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ ഗ്ലോബൽ ഗ്രാന്റ് പദ്ധതിക്കായി നൈജീരിയയിലെ റോട്ടറി ഡിസ്ട്രിക്ട് 9127, 9142 എന്നിവയുടെ പിന്തുണയും സഹായവും ഉറപ്പാക്കിയതായി വളരെ സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. താഴ്ന്ന വരുമാനക്കാർക്ക് ഉപജീവന മാർഗം എന്ന നിലയിൽ ഓട്ടോറിക്ഷ വാങ്ങുന്നതിനുള്ള സഹായ പദ്ധതിയുടെ ഉദ്ഘാടനം മുൻ ഡിസ്ട്രിക്ട് ഗവർണർ വിജി നായനാർ നിർവഹിച്ചു. പുതിയ 5 അംഗങ്ങളുടെ പ്രവേശനം, പ്രതിമാസ ബുള്ളറ്റിൻ പ്രകാശനം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ MT ദിനേശ്, ഡെപ്യൂട്ടി കോർഡിനേറ്റർ PV സുരേന്ദ്രനാഥ്, അസിസ്റ്റന്റ് ഗവർണർ അഡ്വക്കേറ്റ് K സുകുമാരൻ, GGR കരുണാകരൻ നമ്പ്യാർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ഡോക്ടർ M വിനോദ് കുമാർ, ഡോക്ടർ ധന്യ മനോജ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നായി 20ഓളം റോട്ടറി ക്ലബ്ബുകളുടെ ഭാരവാഹികളും മറ്റ് സന്നദ്ധ സംഘടനാ പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു. പുതിയ സെക്രട്ടറി ബാബു പള്ളയിൽ നന്ദി പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.